മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിനെ വെട്ടിലാക്കി ഫയൽ നീക്കത്തിന്റെ ട്രാക്ക് റെക്കോർഡ്. നികുതി ഇളവിനുള്ള ഫയൽ നീങ്ങിയത് മിന്നൽ വേഗത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നു. 2023 മുതൽ അനങ്ങാതെ കിടന്ന ഫയലിൽ അധികാരത്തിലെത്തി 3-ാം നാൾ UDF സർക്കാർ നടപടി തുടങ്ങി. വെറും 2.5 മണിക്കൂർ കൊണ്ടാണ് ഫയൽ അന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ മുന്നിലെത്തിയത്. മദ്യക്കമ്പനിക്ക് നികുതി ഇളവ് നൽകാനുള്ള നീക്കത്തിൽ അഴിമതിയുണ്ട് എന്ന ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കർണാടകയിലെ മദ്യക്കമ്പനിക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആവശ്യപ്പെട്ടതോടെ സഭാരേഖകളിൽ നിന്നും സഭാ TVയിൽ നിന്നും അഴിമതി ആരോപണം നീക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ വൻ അഴിമതിയോ? പാർട്ടിയിലും മുന്നണിയിലും അസംതൃപ്തി പുകയുന്നതിന്റെ പശ്ചാത്തലത്തിൽ മദ്യനികുതി വിവാദത്തിൽ U-ടേൺ അടിക്കുമോ മുഖ്യമന്ത്രി VD സതീശൻ? കാണാം RDX റാപ്പ്. മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട് തിടുക്കപ്പെട്ടുള്ള നടപടി ബക്കാടി കമ്പനിക്ക് വേണ്ടിയെന്ന പ്രതിപക്ഷ വിമർശനം ശക്തിപ്പെടുത്തുന്നതാണ് പുറത്തുവന്ന രേഖ. 2023 ബക്കാടി കമ്പനി സമർപ്പിച്ച അപേക്ഷയിലാണ് അതിവേഗം UDF സർക്കാർ തീരുമാനമെടുത്തത്. LDF സർക്കാർ തഴഞ്ഞ ഫയലിൽ 2026 മെയ് 21 തന്നെ UDF സർക്കാർ നടപടി ആരംഭിച്ചു. അധികാരത്തിലെത്തിയ ശേഷം VD സതീശൻ സർക്കാർ പരിഗണിച്ചത് ബക്കാടി കമ്പനിയുടെ അപേക്ഷയെന്ന രേഖകളിൽ നിന്ന് വ്യക്തം. ജൂൺ 14 ഫയൽ പരിശോധിച്ച മുഖ്യമന്ത്രി അന്ന് തന്നെ ഒപ്പിട്ടു. ജൂൺ 15 നികുതി ഇളവിന് തീരുമാനവും എടുത്തു. 1 മിനിറ്റിലും അതിൽ താഴെയും വേഗത്തിലുള്ള ഫയൽ നീക്കം രേഖകളിൽ വ്യക്തം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള നീക്കത്തിൽ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമാണ് നികുതി ഇളവിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റ് ചർച്ചയ്ക്കിടെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാനില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലപാടെടുത്തതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച സർക്കാർ നടപടിക്കെതിരെ ഗുരുതര അഴിമതി ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് സഭയിൽ ഉന്നയിച്ചത്. നികുതി ഇളവ് സ്വകാര്യ മദ്യ കമ്പനിക്ക് ലാഭമുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. എല്ലാം ബക്കാടിക്ക് വേണ്ടിയുള്ള നീക്കം യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലഹരിയിലേക്ക് തള്ളിവിടുന്ന വിഷയമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം? സർ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. സ്വകാര്യ പുസ്തക കമ്പനിയായ ബക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചതോടെ റൂൾ 50 പ്രകാരം ബജറ്റ് ചർച്ചയിൽ വിഷയം ഉന്നയിക്കാനാവില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാദിച്ചു. പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രിയും ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട സ്പീക്കർ റൂൾ 50 നിഷേധിച്ചു കഴിഞ്ഞാൽ വാക്കൌട്ട് പ്രസംഗമാകാം. ഞങ്ങളൊക്കെ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നയാണ്, വാക്കൌട്ട് ചെയ്യാം. പക്ഷേ ആ കേസിന്റെ മെറിറ്റിലേക്ക് ആ റൂൾ 50 കൊടുത്ത നോട്ടീസിലെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം പ്രസംഗിച്ചു. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നത് ശരിയാണ്. ഞങ്ങൾക്ക് ഇവിടെ മറുപടി പറയാൻ അവസരമുണ്ടോ? ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് റൂൾ 50യുടെ നോട്ടീസ് നിഷേധിച്ചിട്ടും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആരോപണങ്ങൾ ഒന്നും രേഖയിൽ കാണാൻ പാടില്ല. പാസ്സാകാത്ത ബജറ്റിലെ നിർദ്ദേശത്തെക്കുറിച്ച് അടിയന്തര പ്രമേയം പാടില്ല എന്ന മുൻകാല റൂളിംഗ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം സഭാ TVയിൽ നിന്ന് നീക്കി. അങ്ങയെപ്പോലെ നീതിമാൻ ചേർന്നിരിക്കുമ്പോൾ ഇതെല്ലാം അനുവദിക്കാമോ എന്ന് സ്പീക്കറോട് പിണറായി വിജയൻ ചോദിക്കുകയും ചെയ്തു. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അടിയന്തര പ്രമേയത്തിലുള്ള സാധ്യത ഒഴിവാക്കി. അതിനകത്തെ കണ്ടൻസിലോട്ട് പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങക്ക് വാക്കൗട്ട് ഉണ്ടെങ്കിൽ അങ്ങക്ക് ആ കാര്യം ഒരു വിവരം പറഞ്ഞ് വാക്കൗട്ട് നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടോ? സർ, ഞാനൊരു കാര്യം പറയാ. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം അതിദ്രുതഗതിയിൽ നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അങ്ങയെപ്പോലുള്ള ഒരു നീതിമാൻ ആ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു കാര്യം സംഭവിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്.
നികുതി ഇളവിന് പിന്നിൽ രണ്ടാം ബാർ കോഴയാണെന്ന സംശയമുണ്ടെന്ന് BJP MLA വി മുരളീധരനും ഇന്ന് ആരോപിച്ചു. എക്സൈസ് വകുപ്പ് പോലും അറിയാതെയാണ് മദ്യത്തിന് നികുതി നിശ്ചയിച്ചത് എന്നും മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടുവെന്നും വി മുരളീധരൻ പറഞ്ഞു. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള യുവതലമുറയെ ലഹരിയിലേക്ക് നയിക്കാനുള്ള തീരുമാനം, ഈ തീരുമാനമെടുക്കാൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇവിടെ പല ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം, മുൻകാലങ്ങളിൽ ഒരു ധനകാര്യമന്ത്രി, അദ്ദേഹത്തിന്റെ കാലത്താണ് ബാർക്കോഴ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നടന്നത്. വലിയ ആരോപണങ്ങൾ ഉണ്ടായി, വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ഇതൊരു രണ്ടാം ബാർക്കോഴയാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ വിയോജിപ്പ് അറിയിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനും ഇന്ന് തന്നെ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ മദ്യനയത്തിന് എന്ത് മാറ്റം വന്നു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയോട് വിയോജിപ്പുണ്ടെന്നും VM സുധീരൻ തുറന്നു തന്നെ പറഞ്ഞു. കോൺഗ്രസ് എന്നും മദ്യവിരുദ്ധ പ്രസ്ഥാനമാണല്ലോ. ലഹരിക്കെതിരാണ്, മദ്യത്തിനെതിരാണ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയമാണ് മദ്യവർജ്ജനം. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തന്നെ ഉൾപ്പെടുത്തിയതിന് ശേഷം പിന്നെ എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് കത്തിൻ്റെ രൂപത്തിലും കൊടുത്തു. ഏതായാലും ജനവികാരം തീർച്ചയായും ഉൾക്കൊള്ളും എന്ന ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. നികുതി ഇളവിൽ പരസ്യമായി വിയോജിപ്പ് അറിയിച്ച് സമസ്ത AP വിഭാഗവും രംഗത്തെത്തി. മദ്യം വീര്യം കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും നിരോധനം വേണം. ഏത് സർക്കാരാണെങ്കിലും തങ്ങളുടെ നിലപാട് തന്നെയാണെന്നും അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ടെന്നും AP സമസ്ത സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. ഏത് വീര്യം കൂടിയതും കുറഞ്ഞതും എല്ലാ മദ്യവും നിരോധിക്കണം, പൂർണ്ണമായും നിരോധിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് അന്നും ഇന്നും എന്നും അതിൽ ഞങ്ങൾക്കൊരു മാറ്റമില്ല. അതേത് സർക്കാർ ഇവിടെ വന്നാലും പൂർണ്ണമായും നടപ്പിൽ വന്നിട്ടില്ല. അത് നടപ്പിൽ വരുന്നത് വരെയും ഞങ്ങളതിന് വേണ്ടി ശബ്ദിക്കും. ഞങ്ങളതിനു വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ രേഖപ്പെടുത്തും. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെല്ലാം എഴുതി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇന്നലെ നമ്മളിത് ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ്റെ മേൽ ആദ്യത്തെ ചീത്തപ്പേര് വന്ന് വീണു എന്ന് വിചാരിക്കേണ്ടതുണ്ടോ? അദ്ദേഹത്തിന് U-turn അടിക്കേണ്ടി വരുമോ? ഇത് എന്താ വിചാരിക്കുന്നത്? ഇതിൽ എന്താണ് ശാസ്ത്രീയമായി ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിച്ച് അത് ചെയ്യുക എന്നതല്ലേ യഥാർത്ഥത്തിൽ കേരളത്തെ പോലെ തരക്കേടില്ലാത്ത ഒരു മറ്റ് എല്ലാ സൂചികകളിലും മെച്ചപ്പെട്ട് നിൽക്കുന്ന, നമ്മൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശാസ്ത്രീയമായി എന്താണ് ഈ സംസ്ഥാനത്തിന് ഏറ്റവും ചേർന്ന മദ്യനയം എന്ന് പഠിച്ചത് നടപ്പാക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ എല്ലാ കാലത്തും ഈ ഹിപ്പോക്രസിയുടെ ഭാഗമായി അല്ലെങ്കിൽ ആ മട്ടിൽ കാര്യങ്ങൾ, ഹിപ്പോക്രസിയാണ് മദ്യനയത്തെ നിർണ്ണയിക്കുന്നത് എന്ന മട്ടിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ചത്? അന്ന് ഈ 2 സ്റ്റാർ ബാറുകളുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ബാറുകൾ അനുവദിക്കാൻ യോഗ്യതയില്ലാത്ത ചില ഹോട്ടലുകളുടെ കാര്യത്തിലുള്ള തർക്കം വളർന്നു പിന്നെ ഇത് ബാർ കോഴ ആരോപണത്തിലേക്കും സംസ്ഥാനത്ത് സമ്പൂർണ്ണമായ മദ്യനിരോധനം പ്രഖ്യാപിക്കുന്നതിലേക്കും വരെ എത്തി. എന്തെങ്കിലും യുക്തിസഹമായ ആലോചനയുടെ ബാക്കിയായിരുന്നോ ആ നടപടി? അല്ലല്ലോ. VM സുധീരൻ അന്ന് കടുംപിടുത്തം പിടിച്ചു. ഏതാനും ചില ബാറുകൾക്ക്, ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പാടില്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. അതിൽ തർക്കമുണ്ടാകുന്നു. ഉമ്മൻചാണ്ടി വാശി, ഈ VM സുധീരനുള്ള വാശിപ്പുറത്താണ് അദ്ദേഹം എല്ലാം സമ്പൂർണ്ണ മദ്യനിരോധനം അങ്ങ് തീരുമാനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സംസ്ഥാനത്ത് ആ നിലയ്ക്കാണോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത്? ഏതാണ്ട് ഈ മട്ടിൽ തന്നെയാണ് മുമ്പ് ചാരായ നിരോധനം. AK ആന്റണി ചാരായ നിരോധിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന്, ഞാൻ എൻ്റെ ഗ്രാമത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരൊറ്റ ചാരായക്കട ഉണ്ടായിരുന്നെങ്കിൽ ആ ചാരായക്കട ഇല്ലാതായതോടെ 10-20 സ്ഥലത്ത് ഊറ്റും തുടങ്ങി. ഇതാണ് സാധാരണ സംഭവിച്ചത്. അപ്പോൾ ഈ മട്ടിലല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതായത് ഈ മദ്യത്തെ എതിർത്താൽ മഹാനാകാം എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ മൊത്തത്തിൽ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായാലും മദ്യനയം നടപ്പാക്കുമ്പോൾ കുറേയേറെ അവരൊരു പഠനത്തിന് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന
പ്രായപരിധി മദ്യ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലാണ് 23 വയസ്സാവണം ഇവിടെ മദ്യപിക്കണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഓരോ ഒറ്റയടിക്ക് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ജർമ്മനിയിൽ ബിയർ അടിക്കാൻ 14 വയസ്സ് മുതൽ പറ്റും. ഇവിടെ 23 വയസ്സായാലാണ് കേരളത്തിൽ പറ്റുക. അത് കേരളത്തിൻ്റെ സാഹചര്യത്തിന് അതാണ് ശരി എന്നുള്ള മട്ടിലുള്ള ഒരു നോർഡിക് രാജ്യങ്ങളിലെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിൽ മദ്യ നിയന്ത്രണമാണ് കേരളത്തിൽ നല്ലത് എന്നുള്ള ആലോചനയുടെ ബാക്കിയായിട്ടൊക്കെയാണ് ഏതാണ്ട് ആ നിലയ്ക്ക് തീരുമാനം വന്നത്. അതിനൊരു തുടർച്ച, ശരി, അതിനെക്കുറിച്ച് ആലോചിച്ച് പഠിച്ച് അതിൻ്റെ തുടർച്ചയിലേക്ക് കടക്കണോ അതല്ലെങ്കിൽ അതിൽ വേണ്ട മാറ്റം വരുത്തണോ, ഇതൊക്കെ തന്നെയല്ലേ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനു പകരം ഇപ്പോൾ മദ്യത്തെ അങ്ങ് കണ്ണുമടച്ച് എതിർത്താൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഈ വിഷയത്തിൽ ഒറ്റയടിക്ക് എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സർക്കാരിന് എനിക്കൊന്ന് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് ഞങ്ങളാണെന്നും പറഞ്ഞ് നടക്കുന്ന കക്ഷികളാണ്. അവർ അതിശക്തമായി ഇതിനെ എതിർത്തുകൊണ്ടിരുന്നത്. എന്ത് പഠനമാണ് അവർ ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്? ഇതിപ്പോൾ എന്ത് തീരുമാനമാണ് ഇതിലുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ആലോചനയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ വി ഡി സതീശൻ മാത്രം ഏകപക്ഷീയമായി എടുത്ത തീരുമാനമെന്നാണല്ലോ പറയുന്നത്. എന്ത് തീരുമാനമാണിത് എന്നത് പഠിച്ചതിന് ശേഷമുള്ളൊരു വിമർശനമായി എനിക്ക് ആ വിമർശനം കണ്ടിട്ട് തോന്നിയില്ല. ഇന്ന് വി എം സുധീരൻ്റെ വിമർശനത്തിലും എന്താണ് ആ വിമർശനത്തിൻ്റെ കാതൽ എന്നുള്ളതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആകുകയാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. കെ സി വേണുഗോപാൽ പോകുന്ന വഴിക്ക് വെറുതെ ഒരു കൊട്ടു കൊടുത്തിട്ട് പോയി. യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ കാമ്പ് എന്നതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. എനിക്കിതിനകത്ത് തരക്കേടില്ലാതെ തോന്നിയ ഒരു പോയിന്റ് പിണറായി വിജയൻ പറഞ്ഞതാണ്, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ചോദിച്ചു എന്താണ് ഇതുകൊണ്ട് സാധാരണക്കാരനുള്ള ഗുണം, അതൊന്ന് പറയണം എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ. മറ്റ് അഴിമതി ആരോപണങ്ങളുടെ തലത്തിലേക്ക് അത് വേറെ പോകേണ്ടതാണ്. പക്ഷേ ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ നയം മദ്യത്തിൻ്റെ ഈ എന്താണ് RTDകളുടെ ഈ ഇത് കുറയ്ക്കുന്നത്, നികുതി കുറയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് മദ്യ ഉപഭോഗം ഒരുപക്ഷെ വർദ്ധിക്കുമായിരിക്കും. പക്ഷേ അതാണ് അതിൻ്റെ ഒരു സ്വാഭാവികമായ രീതി. ഇപ്പോൾ പുതിയതായിട്ട് ആളുകൾ ഇതിനെ മദ്യം എന്നങ്ങ് കണക്കാക്കാൻ തീരുമാനിച്ചാൽ അത് ആളുകൾ കുടിക്കുമായിരിക്കും. പക്ഷേ കിട്ടുന്ന ഇവിടെ വളരെ സ്വാഭാവികമായി അവൈലബിളായ പല ഡ്രിങ്കുകളെക്കാളും ആൽക്കഹോൾ കണ്ടന്റ് കുറവാണ് ഇതിൻ്റെ. അതായത് 5% താഴെയാണ് ഈ പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഒരൊറ്റ കമ്പനിയുടെ കാര്യത്തിലേക്കാണ് വരുന്നത് കേട്ടോ. ബക്കാഡി എന്ന കമ്പനിയുടെ ബ്രീസർ എന്ന ഉൽപ്പന്നത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് 5% താഴെയാണ് അതിൻ്റെ ആൽക്കഹോൾ കണ്ടന്റ്. അത് സാധാരണ അതിൻ്റെ അത് മദ്യപാനത്തിലേക്ക് കടക്കാനുള്ള ഒരു സംഗതിയായിട്ട് അവർ പോലും കണക്കാക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം, അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ, ഇന്ത്യയിലെ അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ സിംഹഭാഗവും ലഭിക്കുന്നത് ബ്രീസറിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവരതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അവരാണ് ഇവിടെ പയനിയേഴ്സ്. ഇത്തരത്തിലുള്ള മദ്യം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഒരു വലിയ കമ്പനി എന്നുള്ളത് ബക്കാഡിയാണ്. ബാക്കി സ്മിർനോഫ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, മാജിക് മൊമെൻസിൻ്റേതുണ്ട്, സ്മിർനോഫ് ഐസ് ഉണ്ട്, മാജിക് മൊമെൻസിൻ്റെ വേറെന്തോ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കിങ്ഫിഷറിൻ്റെ ഉണ്ട്, ബസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ചില കമ്പനികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 90% ബ്രീസറാണ് ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത് ഇന്ത്യയിൽ. അത് അത്രയധികം വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ബക്കാഡിയുടെ വരുമാനത്തിലെ ഏറ്റവും വലിയ പങ്ക് ബ്രീസറിൻ്റെ വിൽപ്പനയിലൂടെയാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ ആവശ്യമായി ഇത് ഇവിടേക്ക് വരികയും ആ കമ്പനി ആവശ്യം നടപ്പാവുകയും ചെയ്യുന്നു എന്നുള്ള പ്രശ്നത്തിലാണ് ഈ അഴിമതി ആരോപണമൊക്കെ ഉയരുന്നത്. ഒരുപക്ഷെ ഇത് മുമ്പേ ഉണ്ടായേക്കാം, ഇത്തരത്തിലൊരു ആരോപണത്തിലേക്കൊക്കെ പോയേക്കാം എന്നുള്ള സംശയം കൊണ്ടുകൂടിയായിരിക്കാം മുൻ സർക്കാർ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതിരുന്നത്. കാരണം ആ സർക്കാരിന് മുന്നിലുള്ള ഇടതുമുന്നണിയുടെ സർക്കാരിന് മുന്നിലുള്ള അപേക്ഷയിന്മേലാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ തീരുമാനമുണ്ടായത്. ആ തീരുമാനത്തിൻ്റെ വേഗതയൊക്കെ സ്വാഭാവികമായും നമ്മൾ സംശയിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതായത് ഞാൻ പറയുന്നത് ഇതിനെ രണ്ടായിട്ട് കാണണം. ഇതിനകത്ത് ഈ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള ഒരു തലമുണ്ടെങ്കിൽ ആ മട്ടിൽ അഴിമതി ആരോപണം എന്നുള്ളതിലേക്ക് പോട്ടെ. കാരണം 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു സർക്കാർ വന്നതിന് ശേഷം ഇത്ര ധടുതിയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? കഴിഞ്ഞ 2 വർഷമായി ഇത് തൊടാതെ, അല്ലെങ്കിൽ 3 വർഷമായി തൊടാതെ വെച്ചിരുന്ന ഇടതുമുന്നണി എന്തുകൊണ്ട് ഇത് അനക്കാതെ വെച്ചു, ഇതിൽ തീരുമാനം എടുക്കാതിരുന്നു എന്നുള്ളതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. അത് ചർച്ച ചെയ്യാം. പക്ഷേ അതിനെ മദ്യനയവുമായി എന്തിനാണ് കൂട്ടിക്കെട്ടുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം മദ്യനയത്തിൽ ഇത് ഇത് ഉപയോഗിക്കാവുന്നതാണോ, ഇത് വിൽപ്പന നടത്താവുന്നതാണോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വേറെ തന്നെ പഠനം വേണം, അല്ലെങ്കിൽ വേറെ തന്നെ അതിനെക്കുറിച്ച് ചർച്ച വേണം. ഇത് രണ്ടായി ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ സനീഷ്, ഇതൊന്നും അല്ല യഥാർത്ഥത്തിലെ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം എന്താണ്? വി ഡി സതീശൻ ഏകപക്ഷീയമായി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെന്ന് വ്യക്തമായിരിക്കുന്നു ഒരു ഭാഗത്ത്. രണ്ടാമതെന്താണ്,
വി.ഡി. സതീശൻ അങ്ങനെ തീരുമാനമെടുത്ത് പോയാൽ ഒരു സംശയമില്ലാതെ ഞങ്ങൾ എതിർക്കുമെന്നുള്ളത് കെ.സി. വേണുഗോപാൽ മുതൽ ഇങ്ങോട്ട് വി.ഡി. സതീശനെ ഏറ്റവും ശക്തമായി പിന്തുണച്ച വി.എം. സുധീരൻ വരെ വന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഈ ഒരു പോയിന്റിലല്ല ഇനി കേരളം കത്താൻ പോകുന്നത്. അതാണ് വേറൊരു കാര്യം. ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ ഈ തീരുമാനമൊക്കെ യു ടേൺ അടിച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ വിഷൻ എന്നതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന പദ്ധതികളിലൊന്നെന്താണ്? കടലുമായി ബന്ധപ്പെട്ടതാണ്, തീരവുമായി ബന്ധപ്പെട്ടതാണ്, തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങളുടെ ഗതി മാറും. ഈ സർക്കാരിനുള്ളിൽ നിന്ന് തന്നെ അതിശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വരും. ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ആദ്യം ഇപ്പോൾ ഈ പോയിന്റിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രതിപക്ഷത്തിൽ നിന്നല്ലാത്ത ആൾ ആരാണ്? ഞാൻ നോക്കിയിട്ട് എം പി രാജേഷിന് ശേഷം എം പി രാജേഷ് അല്ല, ഇദ്ദേഹത്തിന് ശേഷം ആരാണ്? കെ എൻ ബാലഗോപാലിന് ശേഷം ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നത് വി.എം. സുധീരനല്ല, കെ.സി. വേണുഗോപാലാണ്. കെ.സി. വേണുഗോപാലിന്റെ, അതായത് ഈ സംഘടനാ ചുമതലയിൽ ഇരിക്കുന്ന കെ.സി. വേണുഗോപാലിന്റെ വായിൽ നിന്നാണ് ഈ പോയിന്റ്. നിങ്ങളിത് ഓർക്കത്തില്ലേ? നിങ്ങൾ ഇതുകൂടി പറയൂ എന്ന മട്ടിൽ ആ പോയിന്റ് വന്നത്. അത് അവിടെ നിന്നാണ് ആ ചർച്ച വളരുന്നത്. ആ ചർച്ചയിലേക്ക്, ഈ മദ്യം എന്നുള്ള ചർച്ചയ്ക്ക് അപ്പുറത്ത് ഈ വിഷയത്തിലേക്ക് ഇദ്ദേഹം വി.എം. സുധീരൻ എത്തിയിരിക്കുന്നു. എല്ലാ കാലത്തും നമുക്കറിയാമല്ലോ, നമുക്കറിയാത്ത ആൾക്കാരല്ലോ വി.ഡി. സതീശനും ടി.എൻ. പ്രതാപനും ഒക്കെ. അവരെങ്ങനെയായിരുന്നു ഇണക്കുരുവികളെ പോലെ ഈ വിഷയങ്ങളിൽ ഒരുമിച്ച് ഇടപെട്ടിരുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് അന്ന് ഹരിത MLA മാരുണ്ടായതെന്ന് ഓർക്കണം എന്നുള്ളതാണ് ടി.എൻ. പ്രതാപന് പറയാനുള്ള പോയിന്റ്. അപ്പോൾ ആ വിഷയത്തിലേക്ക് കൂടി കിടക്കും. അത്ര എളുപ്പമല്ല വി.ഡി. സതീശന് കാര്യങ്ങൾ. അതെ, ഇതിലിപ്പോൾ ഈ മദ്യനിരോധനം മദ്യവുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ പിന്നെ ഹർഷൻ പറയുന്ന കുറേ വിശാലമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ അതിനകത്തൊരു വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ബ്രീസർ ഈ മാതിരി കള്ള് നാട്ടിലില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വിഷമമൊന്നും നാട്ടുകാർക്കാർക്കും ഇല്ലാത്തതാണ്. നാട്ടുകാരെന്തെങ്കിലും ഒരു സമരം നടത്തുകയോ എല്ലാവരും കൂടെ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടല്ല മുഖ്യമന്ത്രിയായിരിക്കുന്ന വി.ഡി. സതീശൻ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഹർഷൻ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ ഒരു നയപരമായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ വേണ്ട കൂടിയാലോചനകളോ മന്ത്രിസഭക്കകത്തെ ആലോചനകളോ പാർട്ടിക്കകത്തെ ആലോചനകളോ പോട്ടെ എക്സൈസ് മന്ത്രിയോടെങ്കിലും ഒന്ന് ചോദിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നേരിടുന്ന ഈ പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വി.ഡി. സതീശൻ ഇപ്പം ഈ ബ്രീസർ ആവശ്യമുള്ള അല്ലെങ്കിൽ ബ്രീസറിനോട് അത് തെറ്റായ കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു പോയിന്റ് വെച്ചു കൊടുത്തതിന് ശേഷം അതൊരു നാട്ടിലൊക്കെ ആകെ ചർച്ചയായതിനു ശേഷമാണ് ഇതിലേക്ക് പോയിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഈ നിലക്ക് വരില്ലായിരുന്നു. കാരണം നമ്മൾ കാണുന്ന എന്താ, ഇടതുപക്ഷ സർക്കാർ തന്നെയും അത് മറ്റേ ഹർഷൻ ഇന്നലെ പറഞ്ഞില്ല അതിൻ്റെ വിശദാംശങ്ങൾ. ഈ ഫെർമെന്റേഷൻ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അത് ഇതിൻ്റെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങളല്ലാണ് നമ്മൾ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞാണ്. അപ്പം ഞാൻ പറയുന്നത് അതിനകത്തേക്ക് ഇങ്ങനെ പോയത് കൊണ്ട് ഇന്നിപ്പോൾ അഴിമതി ആരോപണം നിയമസഭയിൽ തന്നെ വന്നു. അവിടെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. സഭാ TV-യിൽ ഈ പ്രസംഗം ഉണ്ടാവില്ല. പക്ഷേ വിജയകരമായിട്ട് പ്രതിപക്ഷം ഇത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച പ്രസംഗം ഇന്ന് എല്ലാ മാധ്യമങ്ങളും പോകുന്നുണ്ട്. നമ്മളിപ്പോൾ അല്പം മുമ്പ് ഇത് കേൾക്കുകയും ചെയ്തു. നാളെ പത്രങ്ങളിൽ വിശാലമായിട്ട് അച്ചടിച്ച് വരും. എന്ന് മാത്രമല്ല അതിനകത്ത് ഈ കമ്പനിയുടെ പേര് കൂടെ വന്നു. ഇത്രയും നാളും ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ബക്കാടി എന്നത് ഈ പറയുന്ന പോലെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ അവിടെ എഴുതി പറഞ്ഞുവെങ്കിൽ ഇന്നിപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി ആയിരുന്ന ആൾ തന്നെയും ഈ കാര്യത്തെ എടുത്ത് മുന്നോട്ട് വെച്ചു എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ബക്കാടി എന്ന ഒറ്റ കമ്പനിക്ക് വേണ്ടിയിട്ട് വി.ഡി. സതീശൻ ഫയലിൻ്റെ വേഗത വസ്തുതാപരമായിട്ട് ആളുകളുടെ മുന്നിലുണ്ട്. നമ്മളും പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഇത് 2.5 മണിക്കൂർ കൊണ്ട് വന്നു. ഇത് ബക്കാടി കമ്പനിയാണ്. സംഗതി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇതിനകത്ത് യു ടേൺ അടിക്കേണ്ടി വരും വി.ഡി. സതീശൻ സർക്കാരിന്. വി.ഡി. സതീശൻ എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമൊന്നുമില്ല. കാരണം ഒന്ന്, പ്രതിപക്ഷം CPM CPI എല്ലാം കരുത് പ്രതിപക്ഷം, സഭയിൽ ചിലത്, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസിനകത്ത് എക്സൈസ് മന്ത്രിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് കേൾക്കുന്നു. കെ.സി. വേണുഗോപാൽ പരസ്യമായിട്ട് പറഞ്ഞു, വി.ഡി. സതീശൻ പറഞ്ഞു. എന്ന് വെച്ചാൽ വി.എം. സുധീരൻ പറഞ്ഞു. വി.ഡി. സതീശൻ അപ്പുറത്ത് ഒരു മഴവിൽ സഖ്യം ഇതിനെതിരായിട്ട് രൂപപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അതിനുള്ള ഗ്രൗണ്ടെല്ലാം ഉണ്ട്. കാരണം ഇതൊരു സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. ഇതിനകത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതിലേക്ക് പോകാനുള്ള അവധാനപൂർണ്ണമായിട്ടുള്ള നിലപാടല്ല എടുത്തിട്ടുള്ളത് എന്നതുകൊണ്ടും ഇതിനകത്ത് പണം ഒഴുകിയിട്ടുണ്ട് എന്ന് ഔദ്യോഗികമായിട്ട് പറയാവുന്ന നില പ്രതിപക്ഷ നേതാവ് തന്നെ കാണിച്ചത് കൊണ്ടും ഇത് കുറേ കൂടെ ഗൗരവത്തിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. എൻ്റെ പേടി ഇതിപ്പോൾ ഹർഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. A.K. ആന്റണിയുടെ കാലത്തെ ചാരായ നിരോധനത്തിൻ്റെ സമയത്താണ് സ്കൂൾ പഠിക്കുക. ഞങ്ങളുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൻ്റെ ഇപ്പുറത്ത് മാഹിയിലൂടെ ഞങ്ങളിപ്പോൾ പാനൂരിൽ തലശ്ശേരിയിലേക്ക് ബസ് പോകുമ്പോൾ മാഹിയുടെ ഒരു ഭാഗമായിട്ടുള്ള പന്തക്കൽ ഈ ഭാഗത്താണ്. അവിടെ തിങ്ങി നിറങ്ങി ഞാൻ ആ സ്കൂളിലാണ് പഠിച്ച, പന്തക്കൽ സ്കൂളിൽ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതിനകത്ത് അപ്പുറത്തുപുറത്തൊക്കെ ബാറാണ്. എന്ന് വെച്ചാൽ സ്കൂളിന് ഇത്ര വ്യത്യാസം വേണമെന്നുള്ള നിയമത്തിലൊക്കെ അപ്പുറത്തേക്ക് ആ കാലത്ത് ആ നിയമമെല്ലാം തോന്നുന്നു. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബാറാണ്. എന്ന് വെച്ചാൽ ആ റോഡിൻ്റെ ഭാഗത്ത് മുഴുവൻ ആ ഭാഗത്തുള്ള ആളുകൾക്ക് അറിയാം.
ഈ ബാറുകൾക്ക് മുന്നിൽ മുഴുവൻ ആളുകൾ ഓഫായി കിടക്കുന്നുണ്ടാവും. അതായത് രാവിലെ ബാറുകൾ തുറക്കുന്നതിന് മുമ്പേ അവിടെ ആളുകൾ വന്ന്, മലയാളികൾ വന്ന് നിൽക്കും. എന്നിട്ട് ഈ എപ്പോഴും പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ ആളുകൾ ഓഫായി വീണിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് ദുരന്തമായിരുന്നു. കാരണം ഇപ്പുറത്ത് ചാരായം നിരോധിച്ചിരിക്കുക, ചെറിയ പൈസക്ക് അപ്പുറത്ത് മദ്യം കിട്ടും. അവിടെ അങ്ങനെ ഒരു കാലം ഓർമ്മയുണ്ട്. ആൻ്റണിയുടെ ചാരായ നിരോധനത്തിൻ്റെ ഫലം നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളൊക്കെ സ്കൂൾ കാലത്ത് മുതിർന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലം ഓർമ്മയില്ലേ? ഉമ്മൻചാണ്ടിയുടെ കാലം എന്തായിരുന്നു? ബാറുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം വന്നു, വി എം സുധീരൻ അടക്കമുള്ള ആൾ ഉന്നയിച്ചു. അപ്പോൾ സമ്പൂർണ്ണമായിട്ട് മദ്യ നിരോധനം. ഹർഷൻ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിപ്പോൾ ബ്രീസർ കൊണ്ടുവരാൻ വേണ്ടി പോയിട്ട് എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് മുൻഗാമിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ ഫോളോ ചെയ്തിട്ട് സകലമാന ബക്കാടികളും നിരോധിച്ചേക്കാം എന്ന് വി ഡി സതീശൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ ബക്കാടി പ്രിയർ പ്രയാസത്തിൽപ്പെടും എന്നതാണ് ഇതിൻ്റെ ഒരു ഉപഫലമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ ഇവർ ചെയ്യും. അപ്രതീക്ഷിതമായിട്ടുള്ള, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ബഹുമിടുക്കരാണ് കോൺഗ്രസ്. ഇതിപ്പം നമ്മൾ നോക്കുമ്പോൾ 35 ദിവസം കൊണ്ടൊരു ക്ലാസിക്കൽ കോൺഗ്രസ് സർക്കാർ കേരളത്തിൽ വന്നിരിക്കുന്നതായിട്ടല്ലേ നമ്മൾ കാണുന്നത്. നമ്മൾ വിചാരിക്കും എങ്ങനെ ഇവർക്ക് ധൈര്യം വന്നു. അതായത് വി ഡി സതീശന് എങ്ങനെ ധൈര്യം വരുന്നു? അതായത് 2-3 തവണ മുഖ്യമന്ത്രിയായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് എങ്കിൽ പോലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, അതായത് സ്വന്തം എക്സൈസ് മന്ത്രിയോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ ബജറ്റിൽ 250% ആയിരുന്നത് 120 കുറയ്ക്കുക, അത് ഒറ്റ കമ്പനിയുടെ ഫയലിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് വിടുക എന്ന് വെച്ചാൽ അസാധാരണമായ കാര്യമല്ല ഹർഷാദ്. ഒരു മുഖ്യമന്ത്രിയും മദ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കേരളത്തിലേക്ക് നടപ്പാക്കുമ്പോൾ, കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് നടപ്പാക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്യണമെങ്കിൽ അതെന്തുമാത്രം ധൈര്യമായിരിക്കും. അപ്പം നമ്മൾ സത്യത്തിൽ ഇടിച്ചിറങ്ങുക എന്ന് പറയില്ലേ, അതായത് ഒരു ക്ലാസിക്കൽ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തേക്ക് നമ്മൾ 10 വർഷത്തിന് ശേഷം ഇടിച്ചങ്ങിറങ്ങിയതിൻ്റെ ഫീലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബക്കാടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുന്നത്. ഈ ബക്കാടി പ്രിയർ, അതായത് ഒന്ന് ഈ മദ്യം തന്നെയും, മദ്യം നല്ലതാണെന്ന് ഇത് കഴിക്കുന്ന ആളെല്ലാം പറയുന്നുണ്ട്, നല്ലൊരു സൽപ്പേരുള്ള മദ്യമാണത്, അതിൻ്റെ ലോഗോ ഒക്കെ നല്ല ഭംഗിയുള്ളതാണ്. ഇതിപ്പോൾ ബക്കാടിക്കൊരു ചീത്തപ്പേരായി എന്ന മട്ടിലായി. ഇനി ഇവർ സമ്പൂർണ്ണമായിട്ട് നിരോധിക്കുമോ എന്നൊരു ഭയവും കൂടിയാണുള്ളത്. ഇതിനകത്ത് നമ്മൾ ഗൗരവത്തോടെ വരേണ്ടുന്നൊരു കാര്യം, ഗൗരവത്തോടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു അഴിമതി ആരോപണം പ്രതിപക്ഷം തന്നെയും ഉന്നയിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. അതായത് നമ്മളിപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ്റെ പ്രതികരണം കേട്ടിട്ടില്ല. വി ഡി സതീശൻ നാളെ കടുത്ത ആത്മവിശ്വാസത്തോടെയും അമിതമായ സാമർത്ഥ്യ പ്രകടനത്തോടെയും വന്നിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വാർത്താസമ്മേളനം നടത്തിയതുപോലെ വന്ന് വർത്തമാനം പറയും. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് രണ്ടാമത് ചോദിക്കാൻ പറ്റാത്ത വിധം വിശദീകരിച്ച് അങ്ങോട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എഴുന്നേറ്റ് പോകുന്ന നിലയുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പാർട്ടി ഒന്നാകെ തന്നെയും ഒരു മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന നില ഈ വിഷയത്തിലില്ല എന്ന് ഇതിനകം തന്നെ ബോധ്യമായ സ്ഥിതിക്ക് ഇത് യൂട്ടേൺ അടിക്കും. അങ്ങനെ യൂട്ടേൺ അടിക്കുകയാണെങ്കിൽ 2-3 മറ്റോ ആണ് ഈ പരിപാടി, ഈ ഒരു യൂട്ടേൺ അടിക്കലുണ്ടാവുക. ഒരു യൂട്ടേൺ അടി സർക്കാർ എന്ന നാട്ടിലേക്ക് ആദ്യ ദിവസങ്ങളിലേക്ക് തന്നെ പോകുന്ന പോലെയാണ്. ഇത് വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ VD4 ബക്കാടി എന്ന നിലക്കല്ല അദ്ദേഹത്തെ കേരളം ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. VD4 പൊതുജനം, കേരളം എന്ന നട്ടിലാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരത്തിൽ എനിക്കെല്ലാം അറിയാം എന്ന മട്ടിൽ ചാടി ചെന്ന് ഇത്തരം തീരുമാനങ്ങളിലേക്ക് ചെന്നിട്ട് ആളുകൾ ഇപ്പോൾ നോക്കൂ, റിട്ടയർഡായി എന്നാണ് കേരള രാഷ്ട്രീയം പൊതുവിൽ വി എം സുധീരനെ പറ്റി വിചാരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം അതിശക്തനായിട്ട് അങ്ങോട്ട് വരികയല്ലേ ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ വന്നിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ ഏറ്റവും ശക്തമായി വാദിച്ചയാളാണ്. അതെ ഒരു മാസം എന്ന് വെച്ചാൽ ഒരു മാസം കഴിയുമ്പോഴേക്കും, ഒരു മാസം പൂർത്തിയായ ഉടനെ അതേ ആൾക്ക് വന്നിട്ട് ഇത് ശരിയല്ല, ഞങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ എന്ന് പറയേണ്ടി വന്നു എന്നതും പോകുന്നതിലോട്ടാണ്. തീരദേശത്തെ ധാതുക്കളുടെ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് ഉറപ്പായിട്ടും പോകും. അത് നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. ഇപ്പോൾ മന്ത്രിസഭയിലോ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലോ ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് എന്ന ആക്ഷേപം ശക്തമാണ്. ബക്കാടി ഉൾപ്പെടെയുള്ള വൻകിട മദ്യ കമ്പനികളെയും കർണാടക കേന്ദ്രീകൃതമായ മദ്യലോബിയെയും സഹായിക്കാനാണ് ഈ അടിയന്തര നീക്കം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. 2 വർഷം മുമ്പ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതേ നടപടിയെ വലിയ അഴിമതിയായാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശേഷിപ്പിച്ചിരുന്നത്. വൻകിട ഡിസ്റ്റിലറികൾക്ക് കോടികൾ എത്തിക്കാനുള്ള പരിപാടിയാണിതെന്നായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് മണിക്കൂറുകൾക്കുള്ളിലാണ് വി ഡി സതീശൻ മുമ്പ് പറഞ്ഞ നിലപാട് മാറ്റി നികുതി ഇളവിൽ തീരുമാനമെടുത്തത്. 1 മിനിറ്റിലും അതിൽ താഴെയും വേഗത്തിലാണ് ബക്കാടിയുടെ അപേക്ഷയിൽ ഫയൽ നീങ്ങിയത് എന്ന് പലരും പരിഹസിക്കുന്നു. 2023 നികുതി വകുപ്പ് സെക്രട്ടറിയായിരുന്ന രത്തൻ യു ഖേൽക്കർ കണ്ട ഫയലാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരിക്കെ 2026 പാസ്സായത് എന്നതും ശ്രദ്ധേയമാണ്. എന്താണെങ്കിലും നികുതി ഇളവിൽ കോൺഗ്രസിലും UDF-ലും വലിയ രീതിയിലുള്ള അതൃപ്തിയും തർക്കങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീരുമാനത്തിൽ നിന്ന് വി ഡി സതീശൻ പിൻവലിയുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇടവേളയിലേക്ക്.